നമ്മളുടെ ലൈഫിൽ നമ്മൾ എല്ലാ നിമിഷങ്ങളും ഹാപ്പിയാണോ? അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണാൻ കഴിയില്ല. എല്ലാ നിമിഷങ്ങളും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യന്മാരെന്ന് കാണുന്നത്. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ്സും കുറച്ച് ദുഃഖങ്ങളും പ്രശ്നങ്ങളും അത് വേണ്ടി കഴിഞ്ഞൊരു കയറ്റിറക്കാണ് എല്ലാവരുടെയും ജീവിതം. അപ്പോൾ പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതിന് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ അവരാണ് യഥാർത്ഥത്തിൽ ഹാപ്പി ആയ ആളുകൾ. ഇതൊരു ചെറിയ പുസ്തകമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ശ്രീരാമകൃഷ്ണ മഠത്തിൽ മേടിച്ചാണ്. 40 രൂപയുള്ളൂ. ഒരുപാട് പോസിറ്റീവ് ചിന്തകളുള്ള ഒരു ചെറിയൊരു കൊച്ചു പുസ്തകം. ജസ്റ്റ് ഒന്ന് എടുത്ത് പേജുകളൊക്കെ ഒന്ന് മറിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ചിന്തകൾ നമുക്ക് അതിന് കിട്ടും. ഞാനൊരു പേജ് എടുക്കുകയാണ്. കഴിവുപോലെ സഹായിക്കുക, പക്ഷെ നശിപ്പിക്കരുത്. പതറാതെ തുടരുക. ബുദ്ധനായിരിക്കുക, പരോപകാരം ചെയ്യുക. ഇതാണ് എല്ലാ ഈശ്വര ആരാധനകളുടെയും രത്നച്ചുരുക്കം. വിവേകാനന്ദൻ്റെ ഒരു ചിന്തയാണ്. അപ്പോൾ ഈ ചിന്തയിൽ നമ്മൾ കുറച്ച് നേരം മനസ്സ് ഉടക്കി നിൽക്കുമ്പോൾ, അതിനെക്കുറിച്ച് വന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമ്മുടെ പഴയ മെമ്മറീസ് നമ്മൾ പുറത്ത് കിടക്കുകയാണ്. കുറച്ചും കൂടി എനർജി കിട്ടും. ഇങ്ങനെയുള്ള 2-3 പുതിയ ചിന്തകൾ ആ സമയത്ത് നമ്മൾ നിറയ്ക്കുമ്പോൾ നമ്മൾ ആ പഴയ അവസ്ഥയിൽ നിന്നൊന്ന് ഈസി ആയിട്ട് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂത്രങ്ങൾ കയ്യിൽ വെക്കുന്നത് ഒന്നും കൂടി ഈസിയാണ്. നമ്മുടെ ലൈഫ് ഒന്ന് ഈസി ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളിത് വായിച്ചിട്ട് ഒന്ന് സ്റ്റാറ്റസ് ആയി ഇടുകയോ ആർക്കെങ്കിലൊക്കെ ഷെയറും കൂടി ചെയ്യുമ്പോൾ കുറേ വ്യക്തികൾ, അങ്ങനെ കുടുങ്ങിയുന്ന വ്യക്തികളടക്കം നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. കൊറോണ സമയത്ത് ഞാനിങ്ങനെ ഏകദേശം 4 മണിക്കൊക്കെ എണീറ്റ് 4:30 വിളിക്കും എന്നും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ലേഡി വിളിച്ചു. ആ ലേഡിയുടെ ഒരു ലൈഫ് എന്നോട് ഷെയർ ചെയ്തു. ആ ലേഡി ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. കടുത്ത ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന സമയമാണ്. കാരണം ഒരു യൂണിഫോം ഇടുന്ന വ്യക്തിയായിരുന്നു. ചെറിയ ബേബി ഉണ്ട്. ബേബിക്ക് ഒരു 3-4 മാസം ആകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് കയറുകയാണ്. അവരുടെ ആ ഒരു അവധി ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലായിരുന്നു. ഡ്യൂട്ടി ആണെങ്കിൽ വല്ലാത്തൊരു ഡ്യൂട്ടി ആയിപ്പോയി. ആരോടും മിണ്ടാൻ പറ്റുന്നില്ല. കൊറോണ സമയം, പ്രസവം കഴിഞ്ഞുള്ള ഡിപ്രഷൻ എല്ലാം കൂടിയിട്ട് ഏറ്റവും മോശമായ ഒരു തീരുമാനം ആ ലേഡി എടുത്ത സമയത്താണ്. ആ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്ന ദിവസം എൻ്റെ വാട്സപ്പിൽ വന്നൊരു ഭഗവത്ഗീതയുടെ ഒരു ചിന്ത. ഒന്നും പെർമനൻ്റ് അല്ല, നത്തിങ് ഈസ് പെർമനൻറ്റ്. ഏത് കൊടുങ്കാറ്റും വരും പോകും, ഏത് സീസണുകളും മാറിയേ തീരൂ എന്നുള്ള ഒരു ചിന്ത അവരുടെ ആ ഒരു മോശം തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നല്ല രീതിയിൽ ആ ലേഡി ആ പ്രൊഫഷൻ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയില്ല.